ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് ഒരു കാട്ടിൽ ഒരു ആന, ഒരു കുതിര, ഒരു കുരങ്ങ്, ഒരു 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കഴിവ്, ഇവരെ എബിലിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യരിൽ നിന്ന് ഒരാൾ ഇവരെ അനലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ടാസ്ക് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദൂരെ ഒരു മരം ചൂണ്ടിക്കാട്ടി പറഞ്ഞു ആരാണോ അതിൻ്റെ മുകളിൽ ഏറ്റവും ഫസ്റ്റ് എത്തുന്നത് അവർ വിജയിക്കും. അപ്പോൾ കണ്ടു നിന്ന് എല്ലാവരും അമ്പരുന്നു. കാരണം എന്താ വെച്ചാൽ കുരങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റും, കുതിരക്കോ ഇത്, ആനക്കോ ഭയങ്കര പ്രയാസം. അത് വിചാരിച്ചിട്ട് ആനക്ക് കഴിവില്ല എന്നോ അല്ലെങ്കിൽ കുതിരക്ക് പൊട്ടൻഷ്യൽ ഇല്ല അല്ലല്ലോ. ഈ ഒരു നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായം വരുന്നത് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവാണ്. ചിലവർ ആനനെ പോലെ ശക്തിയായിരിക്കും, ചിലർ കുതിരനെ പോലെ സ്പീഡായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളത്. പക്ഷെ നമ്മളെല്ലാവരും എന്താ ഈ ഒരു +2 വരെയുള്ള ലൈഫ്, പിന്നെ അതിൻ്റെ ഡിഗ്രി, ഈ ഒരു സ്റ്റാൻഡർഡൈസ് നോർമലൈസ് ആയ രീതിയിലാണ് കുട്ടികളെ വളർത്തുന്നത്. അവരുടെ എക്സ്ട്രാ കരിക്കുലർ പൊട്ടൻഷ്യൽ അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. ചിലപ്പോൾ നല്ല പാഠം കഴിവുണ്ടായിരിക്കും, പക്ഷെ നമ്മളത് പ്രോത്സാഹിപ്പിക്കും. ചിലപ്പോൾ നല്ല പ്ലെയർ ആയിരിക്കും, ഫുട്ബോളോ ഗെയിംസിലോ. പക്ഷേ നമ്മളിതൊന്നും കാണാനും തയ്യാറല്ല. നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ്. അപ്പോൾ അതിനൊരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ZBK49 റീഡിഫൈനിങ് എഡ്യൂക്കേഷൻ ആൻഡ് റീഡിഫൈനിങ് ലൈഫ് സ്റ്റൈൽ, ആ ഒരു കൺസെപ്റ്റ്.